ട്രെയിനുകളിലെ ആക്രമണം തുടർക്കഥയാകുമ്പോൾ ഭീഷണിയിൽ ജോലി ചെയ്യേണ്ടി വരുന്നവരാണ് റെയിൽവേ ജീവനക്കാർ. ആക്രമിക്കപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ റെയിൽവേ ടിടിഇമാരാണ്. പലപ്പോഴും ക്രിമിനൽ സ്വഭാവമുള്ളവരുടെ മുന്നിൽ നിസ്സഹായ അവസ്ഥയിൽ ടിടിഇമാർ പെട്ടുപോകാറുണ്ട്. കഴിഞ്ഞ മാസം 19-നാണ് ആലപ്പുഴയിൽ വനിതാ ടിടിഇയെ ടിക്കറ്റില്ലാതെ കയറിയ യാത്രക്കാരൻ ആക്രമിച്ചത്. ജീവനക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യം ഇപ്പോഴും ശക്തമാണ്. ഷഹബാസ് അഹമ്മദ് ചേരുന്നു. ഷഹബാസ്, ഈ സുരക്ഷ സംബന്ധിച്ച് നമ്മൾ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോഴും ആ സുരക്ഷയുടെ കാര്യത്തിൽ പെട്ടുപോകുന്ന ആളുകളാണ് ഈ ജീവനക്കാരും. പല തരത്തിലുള്ള ആക്രമണങ്ങൾ നമ്മൾ കേട്ടിട്ടുമുണ്ട്. ഇപ്പോൾ എന്താണ് ഇതിന്റെയൊക്കെ ഒരു അവസ്ഥ? റോഷിനി, ട്രെയിനുകളിലെ ആക്രമണത്തിന്റെ വാർത്തകൾ നിരന്തരം വരുമ്പോൾ അതിൽ ആക്രമിക്കപ്പെടുന്നവരിൽ ഒരു വിഭാഗം, വലിയൊരു വിഭാഗം എന്ന് പറയുന്നത് റെയിൽവേ ജീവനക്കാർ തന്നെയാണ്. പലപ്പോഴും ടിടിമാരാണ് ഇത്തരത്തിൽ ക്രൂരമായ ആക്രമണത്തിന് ട്രെയിനുകളിൽ വെച്ച് ഇരയാകേണ്ടി വരുന്നത്. പല സമയങ്ങളിലും ഈ ക്രിമിനൽ സ്വഭാവമുള്ളവരുടെ മുന്നിലേക്ക് ടിടിമാർ പെട്ടുപോകുന്ന അവസ്ഥയിലാണ്. നിസ്സഹായാവസ്ഥയിൽ അവർക്ക് ഒന്നും ചെയ്യാതെ ഇരിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ അവർക്ക് ആക്രമണത്തിന് ഇരയാകേണ്ടി വരുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. മുൻപ് തന്നെ പല വാർത്തകളും നമ്മൾ കേട്ടിട്ടുണ്ട്. ടിടിമാരെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയതടക്കമുള്ള വാർത്തകൾ കേട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, തിരുവനന്തപുരത്ത് ജനശതാബ്ദിയിലെ ടിടി ആയിരുന്നു ജയ്സണ് നേരെ ഉണ്ടായ ആക്രമണവും നമ്മൾ കേട്ടതാണ്. ആലുവ സ്വദേശിയായ ജയ്സണ് നേരെയും ജനശതാബ്ദി ട്രെയിനിൽ വെച്ച് ടിക്കറ്റ് ചോദിച്ചതിന് പിന്നാലെയാണ് ഭിക്ഷക്കാരനായ ഒരാൾ ക്രൂരമായി ആക്രമിക്കുന്നത്. മുഖത്തേക്കടക്കം കാർക്കിച്ച് തുപ്പിക്കൊണ്ട് മുഖത്ത് മാന്തുകയും പിന്നീട് മർദ്ദിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. പിന്നീട് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസം 19-ാം തീയതി ആലപ്പുഴയിൽ വെച്ച് ഒരു വനിതാ ടിടിക്ക് നേരെയും ക്രൂരമായ ഒരു ആക്രമണം ഉണ്ടാവുകയുണ്ടായി. ഈ റെയിൽവേ ട്രെയിനിലേക്ക് ടിക്കറ്റ് ഇല്ലാതെ കയറിയ ആളാണ് ടിക്കറ്റ് ചോദിച്ചതിന് പിന്നാലെ പ്രകോപിതനായിക്കൊണ്ട് വനിതാ ടിടിയെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ഏറനാട് ട്രെയിനിൽ വെച്ചായിരുന്നു ഈ വനിതാ ടിടിക്ക് നേരെ ആക്രമണം ഉണ്ടായത്. അങ്ങനെ തുടർച്ചയായി ടിടിമാർക്ക് നേരെയും ആക്രമണവും പലതരത്തിലുള്ള ഈ ആക്രോശവും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യമാണ്. അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ടിടിമാർ പ്രധാനമായും ഉന്നയിക്കുന്നത്. ഒന്ന്, ഈ ജോലി ഭാരം വളരെ അധികമാണ്. ഈ ടിടിമാരുടെ എണ്ണം വളരെ കുറവാണ്. റെയിൽവേയും അവരുടെ പുതിയ നയത്തിന്റെ ഭാഗമായി കരാർ ജീവനക്കാരെ കൂടുതലായി നിയോഗിക്കുന്നതിന്റെ ഭാഗമായി റെയിൽവേയിലെ ജീവനക്കാരുടെ എണ്ണം വല്ലാതെ കുറയ്ക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഗാർഡുമാരും അല്ലെങ്കിൽ ടിടിമാരുടെയും ഒക്കെ എണ്ണം കുറവാണ്. പ്രധാനപ്പെട്ട ഒരു ട്രെയിനിന്റെ കാര്യം എടുത്തു നോക്കിയാൽ, കന്യാകുമാരിയിൽ നിന്ന് മംഗലാപുരം വരെ പോകുന്ന പരശുറാം എക്സ്പ്രസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിൽ എറണാകുളം വരെ മിക്കവാറും ഒരു ടിടി മാത്രമേ ഉണ്ടാകാറുള്ളൂ. ഇത്രയും വലിയ ദീർഘദൂരം പോകുന്ന നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന ഈ ഒരു ട്രെയിനിലെ മുഴുവൻ കാര്യങ്ങളും ഈ ടിക്കറ്റ് പരിശോധന നടത്തേണ്ടത് ഒരു ടിടി മാത്രമാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും ആളുകളെ, പല സ്വഭാവത്തിലുള്ള ആളുകളെ ഈ ഡീൽ ചെയ്യേണ്ടി വരുന്നത് ഈ ഒരു ടിടി മാത്രമാണ്. പലപ്പോഴും ഈ ക്രിമിനൽ സ്വഭാവമുള്ളവരുടെ മുന്നിൽ പെട്ടുപോകുമ്പോൾ അവർക്കത് നിയന്ത്രിക്കാനാകാത്ത, അല്ലെങ്കിൽ അവർക്കത് മാനേജ് ചെയ്യാൻ കഴിയാതെ പോകുന്നത് പ്രധാനമായും ഇത്തരമൊരു കാരണം കൊണ്ടാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൃത്യമായ സുരക്ഷ ട്രെയിനുകളിൽ ഇല്ല എന്നതാണ്. അത് തന്നെയാണ് യാത്രക്കാരും റെയിൽവേ ജീവനക്കാരും ഒരുപോലെ ആക്രമണത്തിന് ഇരയാകാൻ കാരണം വളരെ കുറച്ച് സുരക്ഷാ ജീവനക്കാർ മാത്രമാണ് ട്രെയിനിൽ ഉണ്ടാകാറ്. പലപ്പോഴും അവർ ഇത്തരത്തിൽ ജനറൽ കോച്ചുകളിലേക്ക്, വലിയ തിരക്കുള്ള അല്ലെങ്കിൽ പല സ്വഭാവത്തിലുള്ള നിരവധി ആളുകൾ തിങ്ങി നിറഞ്ഞു പോകുന്ന ജനറൽ കോച്ചുകളിലേക്ക് കൃത്യമായ പോലീസ് സംവിധാനമോ RPF സംവിധാനമോ സുരക്ഷയ്ക്ക് എത്താറില്ല എന്നതാണ് ടിടിമാർ പ്രധാനമായും ഉന്നയിക്കുന്ന കാര്യം. പല സമയങ്ങളിലും ഈ ജനറൽ കോച്ചുകളിലേക്ക് നിരവധി ആളുകൾ തിങ്ങി നിറഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ പല തരത്തിലുള്ള ആളുകൾ പോകുന്ന ഈ ജനറൽ കോച്ചുകളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടി വരുമ്പോൾ അവർക്ക് പല ആക്രമണങ്ങളും ഏൽക്കേണ്ടി വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. സുരക്ഷാ സംവിധാനം കൃത്യമായി ഇല്ല എന്ന് തന്നെയാണ്. കാരണം ഈ റെയിൽവേ സുരക്ഷാ ഉദ്യോഗസ്ഥർ പലപ്പോഴും AC കോച്ചുകളിൽ മാത്രമാണ് ഉണ്ടാകാറ് എന്ന വിമർശനവും ടിടിമാർ ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നുണ്ട്. അതായത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് സുരക്ഷാ ജീവനക്കാരായി ഇത്രയും ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു ട്രെയിനിൽ ഉണ്ടാകാറ്. പക്ഷേ അവരൊക്കെയും ഒരു പ്രത്യേക കോച്ചുകൾ, അല്ലെങ്കിൽ AC കോച്ചുകളിൽ, അല്ലെങ്കിൽ വലിയ തിരക്കില്ലാത്ത, റിസ്കില്ലാത്ത സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ച് മാത്രം നിൽക്കുന്നു എന്നൊരു വലിയ ആക്ഷേപം ടിടിമാർ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജനറൽ കോച്ചുകളിലേക്കും മറ്റും ഇറങ്ങിച്ചെല്ലേണ്ടി വരുമ്പോൾ, പലതരത്തിലുള്ള ആളുകളോട് ടിക്കറ്റ് ചോദിക്കേണ്ടി വരുമ്പോഴൊക്കെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. കൂടുതലും ഈ ടിക്കറ്റ് എടുക്കാതെ കയറുന്ന യാത്രക്കാരാണ് ടിടിമാരെ കൂടുതലായും ആക്രമിക്കുന്നത്. അതായത് ടിക്കറ്റ് ചോദിക്കുമ്പോൾ അവരതിൽ പ്രകോപിതരായിക്കൊണ്ട് ടിടിമാർക്ക് നേരെ വലിയ ആക്രമണം അഴിച്ചുവിടുന്നുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനം കൃത്യമായി ഇല്ല എന്ന് തന്നെയാണ് വലിയ വിമർശനമായി കൊണ്ട് ടിടിമാർ ഉന്നയിക്കുന്നത്. അതാണ് ചില സമയത്ത് സംവിധാനം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്.